എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ മിസുകാഗയെ കാണിക്കുകയാണ്. ഒരു അസിസ്റ്റന്റ് ആണെങ്കിൽ അവിടേക്ക് വന്ന് മിസുകാഗയോട് കാഗുറ കൊല്ലപ്പെട്ട കാര്യം അത് പറയാണ്. അത് കേട്ട് മിസുകാഗയ്ക്ക് ഒരുപാട് വിഷമം. കാഗുറ അവൻ ശരിക്കും നല്ലൊരു അഡ്വൈസർ ആയിരുന്നു. ഈ ഒരു മിസ്റ്റ് വില്ലേജിന് വേണ്ടിയാണ് അവൻ അവന്റെ ലൈഫ് പോലും ത്യജിച്ചത്. അടുത്ത മിസുകാഗെ ആവാനുള്ള എല്ലാ ക്വാളിറ്റിയും ഉണ്ടായിരുന്ന വളരെയധികം വാല്യൂ ഉള്ള ഒരാളെ നമുക്ക് നഷ്ടമായി. ഒരു കാരണവശാലും ഇതിനിടയാക്കിയ വില്ലന്മാരെ ഞാൻ വെറുതെ വിടില്ലെന്ന് പറയും. അടുത്ത നിമിഷം മറ്റൊരു സോൾജിയർ അവിടേക്ക് ഓടി വന്ന് അവൻ വിളിച്ചു പറയും, മിസുകാഗെ, വലിയൊരു ബാഡ് ന്യൂസ്. ആ വില്ലന്മാരുടെ നേതാവ് അവൻ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു. വീണ്ടും ഒരു യുദ്ധം ഉണ്ടാവാനുള്ള സാഹചര്യം അത് വളരെ കൂടുതലാണെന്ന് പറയും. അത് കേട്ട് മിസുകാഗ ഞെട്ടുകയാണ്. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ ആ ഒരു വില്ലൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് ഷോക്കായിട്ട് നിൽക്കുകയാണ്. സാറുടെ ആണെങ്കിൽ വീണ്ടും അവനോട് ചോദിക്കും, നീ എന്തായി പറയണേ? ആ പയ്യൻ അവൻ ആ വില്ലൻ ഫാദറിന്റെ മകനാണെന്നാണോ? ഇതൊരിക്കലും ഞങ്ങൾ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ് ഇവാബയാണെങ്കിൽ അവന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കുകയാണ്. അതിനാ വില്ലൻ പറയും, ഞാൻ പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്ന് അറിയണമെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരൻ നറൂട്ടോയുടെ ഫേസിലേക്ക് ഒന്ന് നോക്കിയാൽ മതി എന്ന് പറയും. നറൂട്ടോ ആണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കേട്ട് പേടിച്ചങ്ങനെ നിൽക്കുകയാണ്. ഉടനെ നമ്മുടെ ആൾക്കാർ ബൊറൂട്ടോട് ചോദിക്കും, ബൊറൂട്ടോ, നമ്മൾ ഈ കേട്ടതൊക്കെ സത്യമാണോ? ആ പയ്യൻ അവൻ ആ വില്ലൻ ഫാദറിന്റെ അവന്റെ മകനാണോ? അതിന് ബൊറൂട്ടോ ആണെങ്കിൽ അങ്ങനെ താഴേക്കിരുന്ന് കൈ ചുരുട്ടി നിലത്താഞ്ഞെട്ടിക്കും. അതെ, അത് സത്യമാണ്. ഞാനും അവന്റെ ബോഡിയിലെ ചില പ്രത്യേകതകൾ ശ്രദ്ധിച്ചിരുന്നു. അന്ന് എനിക്ക് അതെന്താണെന്ന് മനസ്സിലായില്ല. പക്ഷേ ഇപ്പൊ എനിക്ക് ബോധ്യമായി, അവൻ ആ വില്ലൻ ഫാദറിന്റെ മകൻ തന്നെയാണ്. കാര്യങ്ങളെല്ലാം നമ്മുടെ കൈവിട്ട് പോവാണ്. എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ആ വില്ലൻ സോൾജിയർ ആണെങ്കിൽ തീർത്തു പറയും, നിങ്ങൾ എല്ലാവരും ചേർന്ന് അവനെ പ്രതികാരദാഹിയാക്കി മാറ്റി തീർച്ചയായിട്ടും അവന്റെ പവറിൽ നിങ്ങളുടെ വില്ലേജും നിങ്ങളും എല്ലാം നശിക്കുമെന്ന് പറയും. കട്ട് ചെയ്താ ഇവിടെ മിസുകാഗ ആളാണെങ്കിൽ ആ വില്ലൻ ടീമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്ത നിമിഷം ആ ബ്രദർ വില്ലനും അവന്റെ അസിസ്റ്റൻസും അവിടേക്ക് വരും. ഇവിടെ എല്ലാവരുടെയും കൈകൾ അത് ബന്ധിച്ചിരിക്കുകയാണ്. മിസുകാഗയാണെങ്കിൽ ഇപ്പൊ അവരോട് പറയും, ഓ, നിങ്ങൾ ഇങ്ങനെ വരുമെന്ന് ഞാൻ കരുതിയതല്ല. നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ഗ്രാമത്തിന്റെ മുൻവാതിലിലൂടെ പ്രവേശിച്ചിട്ടില്ലല്ലോ. തീർച്ചയായിട്ടും നിങ്ങളുടെ ഉദ്ദേശം അത് മറ്റെന്തോ ആണെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ഉദ്ദേശം അതെന്താണെങ്കിലും നടക്കില്ല എന്ന് മിസുകാഗ പറയും. അടുത്ത നിമിഷം ആ വില്ലൻ ബ്രദർ ആണെങ്കിൽ അവന്റെ കയറ് അതങ്ങനെ പൊട്ടിച്ചെറിയും. അത് കണ്ട് സോൾജിയർ അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ മിസുകാഗ ആളവനെ തടയാണ്. ആ ബ്രദർ വില്ലനാണെങ്കിൽ മിസുകാഗയോട് പറയും, നമുക്കിടയിൽ ഒരു കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യാനാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. ഓൾറെഡി ഈ ഒരു വലിയ യുദ്ധത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് പേരെ നഷ്ടപ്പെട്ടു. ഇനിയും നഷ്ടങ്ങൾ ഏറ്റുവാങ്ങാൻ ഞങ്ങളെ കൊണ്ടാവില്ല. സോ ഇതിനൊരു അന്ത്യം കുറിക്കണം. നിങ്ങൾ കരുതും പോലെ നിങ്ങളുടെ മിസ്റ്റ് വില്ലേജ് ടേക്ക് ഓവർ ചെയ്യാനല്ല, മറിച്ച് ഈ കടൽ ടേക്ക് ഓവർ ചെയ്യാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ പവർ അത് ഈ കടലുമായിട്ടും വാട്ടറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു കോൺട്രാക്ട് അത് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറയും. അത് കേട്ട് മിസുകാഗയാണെങ്കിൽ കാം ഡൗൺ ആയി ഇപ്പോൾ ആളുടെ സീറ്റിലിരുന്ന് അവരോട് സംസാരിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ രണ്ട് ടീമും ഇപ്പോൾ സമാധാനമായിട്ട് ഒരു കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അടുത്ത നിമിഷം മറ്റൊരു സെക്യൂരിറ്റി ഓടിയെത്തും. ഫാദർ വില്ലനും ടീമും ഇപ്പൊ നമ്മുടെ മെയിൻ എൻട്രൻസിലേക്ക് എത്തിയിരിക്കുകയാണ്. അവർ നമ്മുടെ ഗ്രാമം അത് പിടിച്ചെടുക്കാനാണ് ശ്രമിക്കുന്നത്. അത് കേട്ട് മിസുകാഗയാണെങ്കിൽ ഞെട്ടും. അടുത്ത നിമിഷം അവിടെയുള്ള ഡെസ്ക്ടോപ്പിൽ കണക്ട് ചെയ്ത് ഇപ്പോ ആ വില്ലൻ ഫാദർ ആള് സംസാരിക്കുകയാണ്. ഒരു കാരണവശാലും നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടില്ല. എനിക്ക് എൻ്റെ മകനെയും മകളെയും വൈഫിനെയും ഒക്കെ നഷ്ടപ്പെടാൻ കാരണക്കാര് നിങ്ങളാണ്. നിങ്ങളുടെ ഈ ഒരു ഗ്രാമം അത് ഞാൻ പിടിച്ചെടുക്കും. ഞാനും എൻ്റെ മകനും ഞങ്ങൾ രണ്ടുപേരുമായിരിക്കും ഇനി ഇവിടം റൂൾ ചെയ്യുക എന്ന് പറയും. അത് കേട്ട് മിസുകാഗ ഫ്രീസ് ആയിട്ട് ഇപ്പോ ആ വില്ലൻ ബ്രദറിനെ ടെററായിട്ട് നോക്കുകയാണ്. അസിസ്റ്റന്റ് ആണെങ്കിൽ ഇപ്പൊ മിസുകാഗയോട് പറയും, അയ്യോ ഇല്ല, ഈ ഡിസിഷനുമായിട്ട് ഇദ്ദേഹത്തിന് യാതൊരു ബന്ധവും ഇല്ല. ഇദ്ദേഹത്തിന്റെ അറിവില്ലാതെയാണ് ഈ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. ബ്രദർ വില്ലൻ ആണെങ്കിൽ കൺട്രോൾ പോവും. ഓ നോ പപ്പ, നിങ്ങളിത് എന്താ ചെയ്യണേന്ന് ചോദിക്കും. അതിനാൽ ടെററായിട്ട് ആ ബ്രദർ വില്ലന്റെ കയ്യിലുള്ള ആ വെപ്പൻ തന്നെ കൺട്രോൾ എടുത്ത് അതുപയോഗിച്ച് അവനെ തന്നെ കുത്തി വീഴ്ത്തുകയാണ്. ചോര തുളുമ്പി അവൻ താഴേക്ക് വീഴും. മിസുകാഗയാണെങ്കിൽ ആ കാഴ്ച കണ്ട് ഞെട്ടും. ഞൊടിയിടയിൽ ആ വെപ്പൻ മിസുകാഗയ്ക്ക് നേരെ എത്തും. ഉടനെ ആളുടെ അസിസ്റ്റന്റ് ആണെങ്കിൽ ആ വെപ്പൻ അങ്ങനെ രണ്ടായിട്ട് വെട്ടിയെറിയും. ഇവിടെ ആ ബ്രദർ വില്ലൻ അവൻ അവസാന സമയത്ത് അവന്റെ പപ്പയോട് പറയാൻ ശ്രമിക്കും, പപ്പ, ഞാനിതെല്ലാം ചെയ്തത് നമുക്ക് വേണ്ടിയും നമ്മുടെ ക്ലാനിന് വേണ്ടിയുമായിരുന്നു. കട്ട് ചെയ്ത ഇവിടെ ബൊറൂട്ടോ ടീം അവരും ഒരു റേഡിയോ വഴി വില്ലന്മാർ സംസാരിക്കുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്ത നിമിഷം ഇക്കട അവനാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ഇത്രയും കാലവും എന്റെ ക്ലാനിൽ നിന്ന് മാറി നിൽക്കായിരുന്നു, ഇത് എന്റെ സമയമാണെന്ന് പറഞ്ഞ് അവനങ്ങനെ ടെററായിട്ട് നിൽക്കും. ഇക്കടയുടെ ആ ശബ്ദം കേട്ട് ഇവിടെ ബൊറൂട്ടോ അവൻ ഒരു സെക്കൻഡ് അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കുകയാണ്.
ആണെങ്കിൽ അടുത്തുള്ള വലിയൊരു സിറ്റി ചൂണ്ടിക്കാണിക്കുകയാണ്. ആദ്യം നമ്മൾ തകർക്കേണ്ടത് ആ വലിയ സിറ്റിയാണെന്ന് പറയും. ുണെങ്കിൽ അവന്റെ ആ ചേഞ്ച് അത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതേസമയം മിസുകാക ആള് നടക്കുന്നതും കേൾക്കുന്നതും കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ കഴിയാതെ ഇപ്പോ ആ ബ്രദർ വില്ലനെ തന്നെ നോക്കുകയാണ്. സ്വന്തം മകനെ ആ ഒരു ഫാദർ വില്ലൻ കൊന്നു കളഞ്ഞു. അത്രയും ബ്രൂട്ടൽ മൈൻഡുള്ള ഒരാള് തീർച്ചയായിട്ടും എന്റെ ഐലാൻഡ് ഇല്ലാതാക്കും. ഒരു കാരണവശാലും അത് ഞാൻ അനുവദിക്കില്ല. എന്ത് വില കൊടുത്തു ഐലാൻഡിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ആളാണെങ്കിൽ ഇപ്പോൾ സോൾജേഴ്സിനെ എല്ലാം ഓരോ ഭാഗത്തേക്ക് അയക്കുകയാണ്. ഇതൊക്കെയാണെങ്കിൽ അവന്റെ പേടി കൂടി വരികയാണ്. ആക്ച്വലി ഞാൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. ഇക്കട അവൻ എങ്ങനെയായി തീരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല എന്ന് പറയും. അതിനാ വില്ലനാണെങ്കിൽ ടെററായിട്ട് ചിരിക്കും. എൻ്റെ ബോസ് അദ്ദേഹത്തിൻ്റെ സിസ്റ്ററിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. സിസ്റ്ററിനെ കൊന്നതിൻ്റെ റിവഞ്ചായി നിങ്ങളെ എല്ലാവരെയും അദ്ദേഹം നശിപ്പിക്കും. അതിനുശേഷം ഞങ്ങളായിരിക്കും ഈ ഒരു ഐലാൻഡ് മുഴുവനായിട്ടും അടക്കി ഭരിക്കാമെന്ന് പറയും. ഉംതാൻ ലേഡിക്കാണെങ്കിൽ അത് കേട്ട് കൺട്രോൾ പോവും. അവൾ കൈ ചുരുട്ടി അവൻ്റെ തലയ്ക്കൊരു ഒറ്റ അടി കൊടുക്കും. ഇവിടെ ഇവാബയ്ക്കാണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും കേട്ട് വിശ്വസിക്കാൻ കഴിയില്ല. അവൻ വെറും ഒരു ഷിപ്പ് ബിൽഡർ അല്ലേ. അവൻ്റെ പുറകിൽ ഇത്രയും വലിയൊരു രഹസ്യം ഉണ്ടായിരുന്ന കാര്യം അതെനിക്കറിയില്ലായിരുന്നു. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ആ ഒരു വില്ലൻ സോൾജിയറിനെ അവിടെയുള്ള ഗ്രാമമുഖ്യനെ ഏൽപ്പിക്കുകയാണ്. ബൊറൂട്ടോ അവനാണെങ്കിൽ എല്ലാവരെയും ഒന്നിച്ചു കൂട്ടി ഇപ്പൊ കാര്യമായിട്ട് പ്ലാൻ ചെയ്യും. നിങ്ങൾ ആരും എടുത്തു ചാടി ഒന്നും ചെയ്യാനായിട്ട് പാടില്ല. ആ ഇക്കട പയ്യൻ അവൻ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. അവനിതിൽ പെട്ടുപോയതാണ്. എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്ത് നമുക്ക് അവനെ പുറത്തു കൊണ്ടുവരണം. ാണെങ്കിൽ അത് കേട്ട് കൺട്രോൾ പോവും. ഞങ്ങളെ കൊണ്ട് പറ്റില്ല. ഒരു കാരണവശാലും അവനെ ഞങ്ങൾ വെറുതെ വിടില്ല. അവന്റെ ടീമിലുള്ളവരാണ് ഞങ്ങളുടെ ഫ്രണ്ട്സായ ഇവിച്ചിക്കയും കാഗുറയും കൊന്നു തള്ളിയത്. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് വളരെ വലുതാണ്. സോ തീർച്ചയായിട്ടും അവരെ ഞങ്ങളൊരു പാഠം പഠിക്കും. അവരെ ഞങ്ങൾ ഒരു പാഠം പഠിപ്പിക്കും. നഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അതിന്റെ വേദന അറിയൂന്ന് പറഞ്ഞ് അവളെങ്ങനെ ടെററായിട്ട് നിൽക്കുകയാണ്. ാണെങ്കിൽ അവളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണം, എങ്ങനെ കൺവിൻസ് ചെയ്യണം എന്നറിയില്ല. കവാക്കി ആണെങ്കിൽ ബൊറൂട്ടോട് പറയും, നിന്റെ ഇമോഷൻ അതെനിക്ക് മനസ്സിലാവും. പക്ഷെ ഇപ്പൊ ഇമോഷൻസ് വെച്ച് നമുക്കൊന്നും ചെയ്യാനാവില്ല. നമ്മുടെ പഴയ ഇക്കടയല്ല, പുതിയ ഇക്കടയാണ്. അവന്റെ ലക്ഷ്യം അത് നാശം മാത്രമാണ്. സോ അവനെ നശിപ്പിച്ചിട്ടില്ല എങ്കിൽ വീണ്ടും നമുക്കിടയിൽ ഒരുപാട് പേരില്ലാതാവും. മാത്രമല്ല ഈ വില്ലേജും അവർ പിടിച്ചടക്കും. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. കാരണവശാലും അങ്ങനെ സംഭവിക്കാനായിട്ട് പാടില്ല. അതിന് മീറ്റ്സുകയാണെങ്കിൽ ബൊറൂട്ടോട് പറയും, ബൊറൂട്ടോ നിന്റെ മനസ്സിൽ എന്താണെങ്കിലും നിനക്ക് തുറന്നു പറയാം. നിന്നോടൊപ്പം ഞാനുണ്ടാവും. അതിന് ബൊറൂട്ടോ ആണെങ്കിൽ അവനുമായിട്ട് സ്പെൻഡ് ചെയ്ത ആ ഹാപ്പി മൊമെന്റ്സ് എല്ലാം ആലോചിക്കും. അതിനുശേഷം അവൻ തീർത്തു പറയും, ഒരു കാരണവശാലും അവനെ ഞാൻ വിട്ടുകൊടുക്കില്ല. മീറ്റ്സുകയാണെങ്കിൽ അത് കേട്ട് എന്തൊക്കെ തീരുമാനം നീ എടുത്താലും നിന്നോടൊപ്പം ഞാനുണ്ടാവുമെന്ന് പറഞ്ഞ് ബൊറൂട്ടോയ്ക്ക് കൈ കൊടുക്കുകയാണ്. അതിന് സാറുടെയും ഒരിടത്തേക്ക് വന്ന് ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് പറയും. ബൊറൂട്ടോ ആണെങ്കിൽ പറയും. ആണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷം. ഇനി ഒന്നും ആലോചിക്കാനില്ല. എത്രയും വേഗം മിസ്റ്റ് വില്ലേജിലേക്ക് പോയി ഈ ഒരു വാറ് അത് തടയണമെന്ന് പറഞ്ഞ് അവർ പുറപ്പെടാൻ തയ്യാറാവുകയാണ്. അടുത്ത നിമിഷം ആ ഉംതാൻ ലേഡി അവളാണെങ്കിൽ അവളുടെ വെപ്പനൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ആൾക്കാരെ തടയും. ഒരു കാരണവശാലും ഈ വാറ് തടയാൻ ഞങ്ങൾ അനുവദിക്കില്ല. ആ വില്ലന്മാരെ അവരെ ഞങ്ങൾ കൊല്ലും. ഇവിടുന്ന് പോവാനും ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ആ പ്രിസൺ മാനും ഗേളും അവർ രണ്ടുപേരും ചേർന്ന് നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. ഇവാബയാണെങ്കിൽ ഞൊടിയിടയിൽ സ്റ്റൈൽ ഉപയോഗിച്ച് അവളെ ബ്ലോക്ക് ചെയ്യാണ്. ഡെങ്കി മറ്റൊരു ഭാഗത്ത് അവന്റെ പവർ ഉപയോഗിച്ച് ആ പ്രിസൺ മാനെയും ബ്ലോക്ക് ചെയ്യും. ബാബു നിലവിളിച്ച് പറയും, ബൊറൂട്ടോ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോ. ഇവരുടെ കാര്യം അത് ഞങ്ങൾ നോക്കിക്കോളാം. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഭയങ്കര ഹാപ്പി. അവരാണെങ്കിൽ അവിടുന്ന് ഓടുകയാണ്. ജിക്കാണെങ്കിൽ ആരെ സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയാതെ അവനങ്ങനെ പകച്ചു നിൽക്കുകയാണ്. നമ്മുടെ ആൾക്കാർ ഉഷാറായി പുറത്തൂടെ പുറത്തേക്ക് ഓടിപ്പോവും. അപ്പൊ ലോങ് ഷോട്ടില് കവാക്കി അവനാണെങ്കിൽ അവരങ്ങനെ നോക്കി നിൽക്കുകയാണ്. കട്ട് ചെയ്താ ഇവിടെ ഇക്കട പയ്യൻ അവന്റെ സോൾജേഴ്സിന് ഫുൾ സപ്പോർട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ ധൈര്യമായിട്ട് എന്നെ വിശ്വസിച്ച് മുൻപോട്ടേക്ക് വരണം. ഈ ഒരു വില്ലേജ് നമ്മൾ പിടിച്ചടക്കും. അതിനാ സോൾജേഴ്സും അവന് ഫുൾ സപ്പോർട്ട് കൊടുക്കും. മറ്റൊരു ഭാഗത്ത് മിസുകാകയാണെങ്കിൽ ഇപ്പൊ ആ വില്ലന്മാരുടെ മൂവ്മെന്റ്സ് അത് മനസ്സിലാക്കി കഴിഞ്ഞു. അതനുസരിച്ച് ആള് മാപ്പൊക്കെ വെച്ച് സോൾജേഴ്സിനെ ഓരോ ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്ത് അയക്കും. മറ്റൊരു ഭാഗത്ത് ബൊറൂട്ടോ ടീമാണെങ്കിൽ കടൽക്കരയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇവിടെ ഇക്കടയും ഫാദർ വില്ലനും അവർ രണ്ടുപേരും ടെററായിട്ട് ആ വില്ലേജിലേക്ക് നോക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു.